ഇപ്പൊ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രമാണത്തിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞല്ലോ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഖുർആൻ പ്രമാണാണെന്ന് അവർ ജനിച്ച അത് മുതലേ പറഞ്ഞും കേട്ടും പഠിച്ചും അവർക്കത് ബോധ്യപ്പെട്ടത് ആണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കേൾക്കുന്നതിൽ തന്നെ കുറേ മുസ്ലിങ്ങൾ ഉണ്ടാവും. അവർക്ക് പ്രമാണത്തിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോൾ ഖുർആനാണ് അതിൻ്റെ യഥാർത്ഥ ദൈവത്തിൽ നിന്ന് വന്നത് ഖുർആനാണ് എന്നുള്ള അവരെങ്ങനെയാണ് കൺവിൻസ് ചെയ്യുന്നത്? അവരെങ്ങനെ കൺവിൻസ്ഡ് ആയാലാണ് അതിലേക്ക് അവർക്ക് മടങ്ങണം എന്ന് തോന്നുന്നത്? വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്നത് പലപ്പോഴും ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ എളുപ്പമാണല്ലോ. കാരണം അവരുടെ കാലഘട്ടത്തിൽ എന്തുണ്ട്? അവിടെ മുഹമ്മദ് നബിയുണ്ട്. ആ മുഹമ്മദ് നബിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ കൺമുന്നിൽ ആ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണുമായിരുന്നു. ഉദാഹരണത്തിന് മുഹമ്മദ് നബിയുടെ ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട് അത്ഭുതങ്ങളായിക്കൊണ്ട് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അതൊക്കെ അവർക്ക് നേരിട്ട് കാണുമായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ നമുക്ക് എന്തില്ല, അങ്ങനെ കാണാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരാൾക്ക് സത്യം ഏതാണ്, അല്ലെങ്കിൽ ശരിയായ മതം ഏതാണ്, ശരിയായ വേദഗ്രന്ഥം ഏതാണ് എന്ന് മനസ്സിലാക്കൽ പ്രയാസമല്ലേ എന്ന രൂപത്തിലൊക്കെ പല ആളുകളും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചിന്താഗതികളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ യഥാർത്ഥ ദൈവം, ഏകനായ ദൈവം അവതരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രവാചകനിലൂടെ വന്നിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അതിപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറാണോ? യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആഹ്വാനമാണ്. നിങ്ങൾ അഫലാ യഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? നിരന്തരമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ചിന്തിക്കുക, പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യർ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഈ സംസാരം അകലെ നിന്നും അടുത്തു നിന്നൊക്കെ കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ഇവിടെ മനുഷ്യരായി ജീവിക്കുന്നുണ്ട്. ഇവിടെയുള്ള മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ദൈവിക ദർശനത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ അവർ ഒരവകാശവാദം പറയാണ്. നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച ആ ഏകനായ സട്ടാവ് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ, ആ വേദഗ്രന്ഥം അതാണ് വിശുദ്ധ ഖുർആൻ എന്ന ഒരു ക്ലെയിം നിങ്ങളിപ്പോൾ ഇവിടെ കേൾക്കുന്ന എല്ലാവരും കേട്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ നിരന്തരമായിക്കൊണ്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മുസ്ലിങ്ങൾക്ക് അത്തരത്തിലൊരു ക്ലെയിം ഉണ്ടല്ലോ. എങ്കിൽ നമ്മൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഏറ്റവും മിനിമമായ ഒരു കാര്യം, ആ ക്ലെയിം ശരിയാണോ അല്ലേ എന്ന പരിശോധന നടത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഒരു ബാധ്യതയല്ലേ? നമുക്ക് സത്യത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നമ്മ പടച്ച ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും ഇല്ലാത്തവരെയും എല്ലാവരെയും പഠിച്ച ഏകനായ സട്ടാവ് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളോട് സത്യാസത്യങ്ങൾ വേർതിരിച്ച് തന്നിട്ടുണ്ട്. അൽ ഫുർഖാൻ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെ ഒരു പേര് എന്ന് പറയുന്നത്. സത്യവും അസത്യവും വേർതിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഒരു ഗ്രന്ഥം ഇവിടെ ഉണ്ട് എന്നൊരു ക്ലെയിം ഉണ്ടല്ലോ. അത് സത്യോ അസത്യോ എന്നുള്ളതൊക്കെ വേറെ കാര്യം, അങ്ങനെ ഒരു ക്ലെയിം ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ എത്ര പേർ അത് ശരിയോ തെറ്റോ എന്ന് വെരിഫൈ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു കോപ്പി ഒന്ന് വാങ്ങി അതൊന്ന് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? അത് ദൈവത്തിൽ നിന്ന് ആണോ അല്ല ഒരു മനുഷ്യന് ഇത് പോസിബിൾ ആണോ എന്നൊരു ചിന്ത, എന്നൊരു അന്വേഷണം നമ്മൾ എത്ര ആളുകൾ നടത്തിയിട്ടുണ്ട്? ഇതാണ് അൾട്ടിമേറ്റ് ആയ പ്രധാന വിഷയം എന്ന് പറയുന്നത്. നമ്മളോട് നമ്മെ സൃഷ്ടിച്ച പടച്ചവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം ഇവിടെ നിലനിൽക്കുമ്പോൾ, പണ്ടെപ്പോഴോ ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത്, ഇപ്പോഴും ഈ സമയത്തും നമുക്ക് ആ ഗ്രന്ഥം നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റും. ഒന്നും വേണ്ട, ഗ്രന്ഥമെടുക്കണ്ട, നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഹോളി ഖുർആൻ എന്ന് ടൈപ്പ് ചെയ്താൽ ആ ഖുർആൻ മുഴുവനായി നമുക്ക് കിട്ടും. മലയാളത്തിൽ വായിക്കണോ, മലയാളം ഖുർആൻ തഫ്സീർ എന്നൊക്കെ ടൈപ്പ് ചെയ്താൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമുക്ക് ഇപ്പോഴും അത് മുഴുവനായി ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റും. ഏതൊരാൾക്കും അയാളുടെ മൊബൈലിൽ വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് കൃത്യമായി അവൈലബിൾ ആണ്. ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഉണ്ടായിരിക്കെ നമ്മളത് പഠിക്കാനോ അതൊരു മനുഷ്യന് സാധ്യമാണോ എന്നൊരു അന്വേഷണം നടത്താനോ നമ്മൾ എത്ര പേർ തയ്യാറായിട്ടുണ്ട് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനം. അതിന് നമ്മൾ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സത്യത്തോട് പ്രതിബദ്ധതയില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. നാം എന്തുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നില്ല? ഉദാഹരണത്തിന് 6-ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിലെ കേവലം ഒരു മനുഷ്യനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു ഗ്രന്ഥം എഴുതിയുണ്ടാക്കാൻ പോസിബിൾ ആണോ? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്,
അവിശ്വസിക്കുന്നവർക്ക് അത്തരത്തിലൊരു സംശയത്തിനൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്കോപ്പ് പോലും അടക്കുന്ന രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനാണ്. എഴുത്തും വായനയും പഠിച്ചിട്ടില്ല. ആ മുഹമ്മദ് നബിക്ക് വേറെ ആരെങ്കിലും ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിച്ചു കൊടുത്തിട്ടുമില്ല. വിശുദ്ധ ഖുർആൻ പറയാൻ അങ്ങനെ മുഹമ്മദ് നബി എഴുത്തും വായനയൊക്കെ പഠിച്ച് വേറെ ഏതോ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു പഠിച്ച് അതിൽ നിന്നും എടുത്ത് പറയുന്നതാണെന്ന് സംശയിക്കാനുള്ള ഒരു വകുപ്പെങ്കിലും ഉണ്ടായിരുന്നു. എപ്പോൾ മുഹമ്മദ് നബിക്ക് അങ്ങനെ എഴുത്തും വായനയൊക്കെ അറിയാമായിരുന്നുവെങ്കിൽ. പക്ഷേ വിശുദ്ധ ഖുർആൻ അതിനെ അടക്കം അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യുന്നു. അങ്ങനെ വിശ്വസിക്കാത്തവർക്ക് സംശയിക്കാമായിരുന്നു, പക്ഷെ അതിനും സ്കോപ്പില്ല. കാരണം മുഹമ്മദ് നബിക്ക് എഴുത്തും വായനയും പോലും അറിയില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, എഴുത്തും വായനയും അറിയാത്ത ഒരാൾക്ക് ഇത്രമേൽ മഹത്തരമായ ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആന്റെ പേര് തന്നെ ഖുർആൻ, വായിക്കപ്പെടുന്നത് എന്നാണ്. അപ്പോ ഒരു എഴുത്തും വായനയും അറിയാത്ത 7-ാം നൂറ്റാണ്ടിലെ ഒരു വ്യക്തിക്ക് എഴുതിയുണ്ടാക്കാൻ പറ്റുന്നതാണോ വിശുദ്ധ ഖുർആൻ? പരിശോധിക്കാവുന്നതല്ലേ? നമുക്ക് പരിശോധിക്കാം, നമുക്ക് ആലോചിക്കാം. ആ വിശുദ്ധ ഖുർആനിലെ പല അധ്യായങ്ങൾ, ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യാപനങ്ങൾ പരിശോധിച്ച് നോക്കാം നമുക്ക്. അതൊരു മനുഷ്യന്, ഒരു കാലഘട്ടത്തിന്റെ പരിമിതമായ അറിവുകൾ മാത്രമുള്ള ഒരു മനുഷ്യന് എഴുതാൻ പറ്റിയ വചനങ്ങളാണോ അത്? ഇന്നും അല്ലെ, നേരത്തെ ഇവിടെ പറഞ്ഞു റേസിസവുമായി കളറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. മനുഷ്യൻ ആധുനിക മനുഷ്യനായതിനു ശേഷം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മാത്രമാണ് ഈ വർണ്ണ വിവേചനം എന്ന് പറയുന്ന ഒരു തിന്മയാണെന്നും അത് ഒഴിവാക്കണമെന്നും മനുഷ്യൻ പറഞ്ഞിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ അല്ലേ. എന്നാൽ അതിനു മുമ്പ് അബ്രഹാം ലിങ്കനെ കുറിച്ചൊക്കെ നമ്മൾ പറയും, അടിമത്തം നിരോധിച്ചു എന്നൊക്കെ. പക്ഷേ ആ അബ്രഹാം ലിങ്കൺ പോലും കറുത്ത വർഗവും വെളുത്ത വർഗവും ഒരുപോലെയല്ല എന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഒരാൾക്കും വെളുത്തവരും കറുത്തവരും ഒരുപോലെയാണെന്ന് വിശ്വസിക്കാൻ പോലും പോസിബിൾ ആയിരുന്നില്ല. കാരണം എന്താ? അങ്ങനെയായിരുന്നു അന്നത്തെ സാമൂഹ്യ പരിസരം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെയാണ് 7-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഹത്തായ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ലാ ഫദ്ല ലി അറബിയീൻ, അല്ലെ, ഒരു അറബിക്ക് ഒരു ഫദ്ലുമില്ല, ഒരു ഉന്നതിയുമില്ല അനറബിയേക്കാൾ. ഒരു വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു ഉന്നതിയുമില്ല, ഒരു മഹത്വവുമില്ല. നിങ്ങളുടെ ഓരോരുത്തരും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളുടെയും നിങ്ങളുടെ ശുദ്ധിയുടെയും മാനസികമായ ശുദ്ധിയുടെയും അടിസ്ഥാനത്തിലല്ലാതെ. എന്നാലോചിച്ചൊക്കെ 7-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതൊരു മനുഷ്യന് ആ ധാർമ്മിക പരിസരത്ത് നിന്നുകൊണ്ട്, ആ സാമൂഹിക പരിസരത്ത് നിന്ന് മനുഷ്യന് ചിന്തിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു മൂല്യമല്ലേ അത്. അത് കറുത്തവനെയും വെളുത്തവനെയും സൃഷ്ടിച്ച ഏകനായ സട്ടാവിൽ നിന്ന് മാത്രമേ അത്തരത്തിലൊരു തുല്യതയുടെ സന്ദേശം വരാൻ പോസിബിൾ ആവുകയുള്ളൂ. ഇനി വിശുദ്ധ ഖുർആനിന്റെ പ്രവചനങ്ങളെ കുറിച്ച് നമ്മൾ എടുത്തു നോക്കുക. ഒരിക്കലും പോസിബിൾ ആകാത്ത തരത്തിലുള്ള പ്രവചനങ്ങൾ, ഒരിക്കലും നമുക്ക് ആ രൂപത്തിൽ വൈൽഡ് ഗസ് ചെയ്യാൻ പറ്റാത്ത പ്രവചനങ്ങൾ. റോമയും പേർഷ്യയും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര ചെറിയ ടൈം പീരീഡിനുള്ളിൽ റോം വിജയിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പ്രവചനം നടത്തുകയാണ്. ആ പ്രവചനം അതേപോലെ ഫലിക്കുകയാണ്. ഇനി പോട്ടെ, ഇന്ന് നമ്മൾ ഇവിടെ പല ആളുകളും പ്രവാസികളൊക്കെ ഉണ്ടാകും. ഇന്ന് നമ്മൾ ഗൾഫ് നാടുകൾ എന്ന് പറയുന്ന നാടുകൾ, ആ നാടുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്താ? വലിയ വലിയ ബിൽഡിങ്ങുകളാണ് അല്ലേ. പക്ഷേ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ ഒരു പ്രവചനം നടത്തുകയാണ്. ഇന്നീ ആടുകളെ മേച്ച് നടക്കുന്ന ഈ അറബികളുണ്ടല്ലോ, അവർ കെട്ടിടങ്ങളുടെ ഉയരത്തിന്റെ പേരിൽ മത്സരിക്കുന്ന ഒരു ദിനം വരുമെന്ന്. ആലോചിച്ചൊക്കെ, സമ്പത്ത് പല സ്ഥലത്തുണ്ട്, യൂറോപ്പിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഗൾഫ് നാടുകളിലുണ്ട്. പക്ഷേ ഗൾഫ് നാടുകളിലാണ് പ്രത്യേകിച്ച് ഈ കെട്ടിടങ്ങളുടെ ഉയരത്തിന്റെ പേരിലുള്ള മത്സരം. ഇപ്പോൾ ബുർജ് ഖലീഫയാണ് ഇപ്പൊ ഏറ്റവും ഉയരത്തിലുള്ളത്. അതിനെ കവച്ചു വെക്കുന്ന കെട്ടിടങ്ങൾ വരുന്നതും മിഡിൽ ഈസ്റ്റിൽ തന്നെയാണ്. എങ്ങനെയാണ് ഇത്ര കൃത്യമായിക്കൊണ്ട് ഒരു മനുഷ്യന് പ്രവചിക്കാൻ പറ്റുമോ? ആ അന്വേഷണം നമുക്ക് വേണം, ആ ആലോചന നമുക്ക് വേണം. ആ ആലോചനയാണ് നമുക്ക് ചില തിരിച്ചറിവുകളിലേക്ക് നയിക്കുന്നത്. ഇതൊരു മനുഷ്യന് പറഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ വിശുദ്ധ ഖുർആൻ അതൊരു മനുഷ്യന്റെ വാചകങ്ങളാകാൻ ഒരിക്കലും പോസിബിൾ ആകില്ല. കാരണം അത് അങ്ങനെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ വലിയൊരു അത്ഭുതത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഒരു സാമൂഹ്യ പരിസരത്തിൽ നിന്നും എല്ലാ നിലക്കും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂല്യങ്ങൾ അടക്കം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആൻ, ആ മുഹമ്മദ് നബി അന്നത്തെ കാലത്ത് എഴുത്തും വായനയും ഇല്ലാതെ അത് അറിയാത്ത ഒരാൾ
അങ്ങനെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ അത്ഭുതം ഉണ്ടാവില്ല അല്ലേ? അപ്പോ ആ രൂപത്തിലല്ല, മറിച്ച് സത്യം അന്വേഷിക്കുന്നവർക്ക് മനസ്സിലാകും ഇതൊരു മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സൃഷ്ടിയല്ല, മുഹമ്മദ് നബിയുടെ വാചകങ്ങളല്ല ഇത്. മുഹമ്മദ് നബിയുടെ സട്ടാവിൻ്റെ, നമ്മൾ ഓരോരുത്തരുടെയും സട്ടാവിൻ്റെ, എല്ലാ കാലത്തേക്കുമുള്ള മനുഷ്യർക്കുള്ള മാർഗദർശനമായിക്കൊണ്ട് ദൈവത്തിൽ നിന്നുള്ള വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഏതൊരാൾക്കും മനസ്സിലാകും. അതാണ്, ആ രൂപത്തിലുള്ള അന്വേഷണങ്ങളാണ് എല്ലാവരും നടത്തേണ്ടത്. അന്വേഷണങ്ങൾ നടത്തിയാൽ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ പറ്റി പറയുമ്പോഴല്ല, നമ്മൾ സമൂഹത്തിൽ മുഴുവനായിട്ട് ഒരു മനുഷ്യൻ്റെ ദൗത്യത്തെ പറ്റി പറയുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ജീവിത രീതിയെ പറ്റി പറയുമ്പോൾ, അവൻ എന്ത് ചെയ്യണം, അവൻ എങ്ങനെ ജീവിക്കണം, അവൻ ഏത് വിഷയത്തിലാണെങ്കിലും, അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിലും മാനസികമാണെങ്കിലും എല്ലാം, ആ മനുഷ്യനെ സംബന്ധിച്ച് അവനുള്ള സകല കാര്യത്തിൻ്റെയും പരിഹാരം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ദൈവത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് മനുഷ്യനോടും നമുക്ക് പറയാനുള്ള കാര്യം, നമ്മൾ നമ്മെ പറ്റി ചിന്തിച്ചു നോക്കുക, നമ്മൾ സ്വന്തത്തെ പറ്റി ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുക, ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചതിന് ശേഷം അതിനെപ്പറ്റി ചിന്തിക്കുക. അവിടെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും ഈ പ്രപഞ്ചത്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ റെഗുലാരിറ്റി എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചത്തെ വളരെ മനോഹരമായി സംവിധാനിച്ചതെന്ന് പറയുന്നത് അത് യാദൃശ്ചികമല്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും. അവിടെ വളരെ കൃത്യമായൊരു ഓർഡർ ഉണ്ടെങ്കിൽ, ഡിസൈൻ ഉണ്ടെങ്കിൽ, സംവിധാനമുണ്ടെങ്കിൽ, ആ സംവിധാനത്തിന് പിന്നിൽ ഒരു സംവിധാനിച്ചവൻ ഉണ്ടായേ തീരൂ. ആ ക്രമത്തിന് മുന്നിൽ ക്രമത്തെ നിയന്ത്രിക്കുന്ന, ക്രമത്തെ ക്രമമാക്കിയവൻ ഉണ്ടായേ തീരൂ. നമ്മൾ നമ്മുടെ ശരീരത്തിലേക്കൊന്ന് നോക്കിയാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ ഒരു സെക്കൻഡിൽ, ഒരു നിമിഷത്തിൽ ഒരു കോശം എണ്ണിക്കഴിഞ്ഞാൽ 11 ലക്ഷം വർഷം മാത്രം എടുത്ത് മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ എണ്ണി തീർക്കാൻ കഴിയൂ. അതിഭീമമാണ് മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ. ആ ഓരോ കോശങ്ങൾക്കുള്ളിലും 12-ലധികം സെൽ ഓർഗനലുകളുണ്ട്. ആ ഓരോ കോശത്തിനുള്ളിലും ചെറിയ ക്രോമസോമുകളുടെ DNA ഉണ്ട്. അതിനുള്ളിൽ ഒരുപാട് വിവരങ്ങളുണ്ട്. അഥവാ പഠിക്കുന്തോറും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അറിയുന്തോറും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അത് യാദൃശ്ചികമായി ഉണ്ടാകുന്നതല്ല, യാദൃശ്ചികമായി നിലനിൽക്കുന്നതല്ല. എന്തിന്, നമ്മൾ ലളിതമായി ചില വിഷയങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മുന്നിൽ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ കാർഡുകൾ ക്രമമായിട്ട് ഈ റോട്ടിൽ അടുക്കി വെച്ചിട്ടെന്ന് വിചാരിക്കാം. ആരെങ്കിലും വന്നിട്ട് പറയാണ് അതിങ്ങനെ ഒരുപാട് സംഖ്യകളുടെ കാർഡുകൾ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയിൽ നിന്ന് വീണ് പോയപ്പോൾ തന്നെ 1 മുതൽ 100 വരെ ക്രമമായിട്ട് കടന്നതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല. കാരണം അങ്ങനെ ഒരു ഓർഡർ, അങ്ങനെ ക്രമമോടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രമത്തെ ക്രമമാക്കി ആരോ അതിന് പിന്നിലുണ്ടെന്നുള്ളത് മനുഷ്യന്റെ സ്വാഭാവിക യുക്തിയാണ്. അവിടെ ആ ചെറിയ 1 മുതൽ 100 വരെയുള്ള സംഖ്യയുടെ ചേർത്ത് വെക്കൽ പോലും അതിനെ യാദൃശ്ചികമായിട്ട് അനുഭവപ്പെടാത്ത നമുക്ക് ഒരു മൈക്ക് തന്നെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? ഒരു സ്പീക്കർ തന്നെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും മാറ്ററിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ചേർത്ത് വെക്കലുകൾ കൊണ്ട് യാദൃശ്ചികമായി സംഭവിച്ചാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇത്രമേൽ മനോഹരമായി സംവിധാനിക്കപ്പെട്ട, ഇത്രമേൽ സൂക്ഷ്മമായി അടുക്കി വെക്കപ്പെട്ട ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളും എങ്ങനെയാണ് യാദൃശ്ചികതയിൽ നിന്ന് ഉണ്ടായി എന്ന് അംഗീകരിക്കാൻ പറ്റുക? അഥവാ നമുക്ക് ഒരു മനുഷ്യൻ തുറന്ന മനസ്സോടുകൂടി സമീപിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ ആ ക്രമത്തെ നിയന്ത്രിക്കുന്ന, അതിനെ സംവിധാനിച്ച നിയന്ത്രകനായ സ്രഷ്ടാവായ ഒരു ദൈവമുണ്ടെന്ന് അവന് ഉറപ്പായും ബോധ്യപ്പെടും. അവിടെ നമുക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ, അങ്ങനെ ദൈവം ഇല്ലേ ആലോചിച്ച് നോക്കി, ഈ സകല സംവിധാനങ്ങളോടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഇല്ലേ? ഉണ്ട്. ആ ദൈവമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്, ആ ദൈവം നമ്മോട് ആശയവിനിമയം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ്. ഇങ്ങനെ ഒരു ദൈവം എന്നെ ഇത്ര സൂക്ഷ്മമായി സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഇത്ര സൂക്ഷ്മമായി മനോഹരമായി എന്നെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ, ആ പടച്ചവൻ എന്നെ വെറുതെ ക്രമീകരിക്കോ? എന്നെ വെറുതെ ഇങ്ങോട്ട് അയക്കുവോ? ഇല്ല. ആ അയക്കലിന്, എന്നെ സംവിധാനിക്കുന്നതിന് അവന് വ്യക്തമായ ഉദ്ദേശങ്ങൾ ഉണ്ടാവൂലേ? ആ ഉദ്ദേശങ്ങളെ പറ്റി അന്വേഷിക്കണം. ഏതെങ്കിലും മതമോ ഏതെങ്കിലും ആശയം സ്വീകരിക്കാനല്ല പറയുന്നത്. ആ ഉദ്ദേശങ്ങളെ പറ്റി ആലോചിക്കുക, ആ ഉദ്ദേശങ്ങളെ പറ്റി ചിന്തിക്കുക. ഏതെങ്കിലും തരത്തിൽ ദൈവം എന്നോട് ആശയവിനിമയം നടത്തുന്നുണ്ടോ? ആ അന്വേഷണത്തിന്റെ സമയത്ത് നമുക്ക് ഒരുപാട് ആശയങ്ങൾ മുന്നിലേക്ക് വരും. ക്രൈസ്തവതൊരു ആശയമാണ്, ഹൈന്ദവതൊരു ആശയമാണ്, ജൂതായിസം വേറൊരു ആശയമാണ്, ഇസ്ലാം വേറൊരു ആശയമാണ്. അവിടെ നമ്മുടെ മുന്നിലേക്ക് അനേകം ആശയങ്ങൾ ദൈവത്തിൻ്റെ എന്ന പേരിൽ കടന്നു വരികയാണ്. അവിടെ വളരെ വ്യക്തമായി പറയുന്നു, പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അയക്കപ്പെട്ട മുൻവേദങ്ങളുടെ എല്ലാം തുടർച്ചയാണെന്ന് വ്യക്തമായി ബോധ്യപ്പെടും. ആ ഹൈന്ദവ വേദങ്ങളിൽ നിങ്ങൾക്ക് ദൈവിക സ്പർശം ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം. ആ ക്രൈസ്തവ വേദങ്ങളിൽ ദൈവിക സ്പർശം ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം. യഹൂദ വേദങ്ങളിൽ ദൈവിക സ്പർശം നിങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കാം. പക്ഷേ ദൈവിക സ്പർശം ചില വചനങ്ങളിൽ കാണുമ്പോൾ തന്നെ ചില വചനങ്ങൾ അങ്ങേയറ്റം വൈരുദ്ധ്യമായി കാണാൻ കഴിയും.
ചില വചനങ്ങളിൽ അങ്ങേറ്റ പ്രശ്നങ്ങളായിട്ട് കാണാൻ കഴിയും, യാഥാർത്ഥ്യത്തോട് ചേർന്ന് പോകാത്തതായിട്ട് കാണാൻ കഴിയും. ഒരേ സ്ഥലത്ത് ദൈവം ഏകനാണെന്ന് പറയുന്നതും മറ്റു സ്ഥലത്ത് ദൈവം അനേകമാണെന്ന് പറയുന്നതും കാണാൻ കഴിയും. ഒരേ സ്ഥലത്ത് ദൈവം പരിശുദ്ധനാണെന്ന് പറയുന്നതും മറ്റു ചില സ്ഥലങ്ങളിൽ ദൈവത്തിന് പരിശുദ്ധിക്ക് ചേരാത്ത വിശേഷങ്ങൾ നൽകിയതായിട്ടും കാണാൻ കഴിയും. അവിടെ അനേകം വിഷയങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ വേദങ്ങളെല്ലാം ഹൈന്ദവ വേദവും ക്രൈസ്തവ വേദവും യഹൂദ വേദവും ഇസ്ലാമിന്റെ വേദവും അടക്കം സകല വേദങ്ങളും വന്നിട്ടുള്ളത് ദൈവത്തിനാണെന്ന് മനസ്സിലായി. അതിന്റെ റൂട്ട് കടക്കുന്ന ദൈവത്തിനാണെന്ന് മനസ്സിലായി. പക്ഷെ അത് വന്നതിന് ശേഷം, അത് അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം മനുഷ്യരുടെ കയ്യിൽ ലഭിച്ചിട്ട് അവർ എന്തൊക്കെയോ അതിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ വൈരുദ്ധ്യം വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ വൈരുദ്ധ്യം വരില്ലല്ലോ. ദൈവിക വേദമാണെങ്കിൽ അത് പൂർണ്ണമായും ശരിയാവൂലേ? അങ്ങനെ വൈരുദ്ധ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവിക വേദത്തിന്റെ അവസാനത്തെ കോപ്പി ഏതാണ്? ദൈവിക വേദത്തിന്റെ അവസാനത്തെ വേർഷൻ ഏതാണ്? ഗൗരവകരമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരമായി പഠിക്കാൻ ശ്രമിച്ചാൽ, തുറന്ന മനസ്സോടെ പഠിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായി നിങ്ങൾക്ക് ബോധ്യപ്പെടും ആ വേദത്തിന്റെ അവസാനത്തെ രൂപം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇറങ്ങിയ ഖുർആനാണ്. മുഹമ്മദ് നബിയുടെ ജീവിതചര്യയാണ്. അവിടെ മുഹമ്മദ് നബി എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ദൂതനാണെന്ന് പറയാൻ അനേകം തെളിവുകൾ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. ഈ ചാനൽ ഇവിടെ പല രീതിയിൽ കാണാൻ കഴിയുന്ന അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ചാനൽ, അത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ കാണാൻ കഴിയും. നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാൻ പരിശോധിക്കാൻ സാധിക്കുന്നതാണ് മുഹമ്മദ് നബി ദൈവത്തിന്റെ ദൂതനാണെന്നും മുഹമ്മദ് നബിയിലൂടെ വന്ന വേദം അവസാനത്തെ വേദമാണെന്നും നിങ്ങൾക്ക് പഠനത്തിലൂടെ ബോധ്യപ്പെടാൻ സാധിക്കുന്നതാണ് ഞങ്ങളുടെ പക്ഷം. ഞങ്ങൾ നിങ്ങളിലേക്ക് ആ വിശ്വാസം അടിച്ചേൽപ്പിക്കല്ല. നിങ്ങൾ പഠിക്കണമെന്നാണ് പറയുന്നത്, ചിന്തിക്കണമെന്നാണ് പറയുന്നത്. ഇനി ദൈവിക വേദത്തിന്റെ അവസാനത്തെ വേർഷൻ അതായിരിക്കെ അതല്ലാത്ത വേർഷനുകൾ സ്വീകരിക്കുമ്പോൾ എല്ലാ മേഖലകളിലും സമാധാനം കിട്ടുമോ? കിട്ടരുതല്ലോ. അങ്ങനെ കിട്ടുന്നുവെങ്കിൽ പിന്നെ ദൈവിക വേദത്തിന് എന്ത് വിലയാണുള്ളത്? എല്ലാ മേഖലകളിലും ദൈവിക വേദം സ്വീകരിച്ചാലും സമാധാനം കിട്ടും, സ്വീകരിച്ചിട്ടില്ലെങ്കിലും സമാധാനം കിട്ടും. എല്ലാ വഴികൾക്കും ദൈവിക വേദം സ്വീകരിച്ചാലും സൊല്യൂഷൻ ഉണ്ട്, ദൈവിക വേദം സ്വീകരിച്ചിട്ടില്ലെങ്കിലും സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവിക വേദത്തിന് പ്രത്യേക പ്രസക്തി ഇല്ലല്ലോ. ദൈവിക വേദത്തിന് എപ്പോഴാണ് പ്രസക്തി ഉണ്ടാകുന്നത്? അതിലൂടെ മാത്രമേ ചില സൊല്യൂഷനുകൾ കിട്ടാൻ പാടുള്ളൂ, അതിലൂടെ മാത്രമേ ചില പ്രത്യേക സമാധാനങ്ങൾ ലഭിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് ദൈവിക വേദം സ്പെഷ്യൽ ആകുന്നതും ദൈവിക വേദം ദൈവിക വേദമായിട്ട് മാറുന്നതും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വേദം സ്വീകരിക്കാത്ത ആളുകൾക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെടും, ചില കാര്യങ്ങളിൽ കുറവ് ഫീൽ ചെയ്യും. നമുക്ക് അവരോട് ഇത് എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കണമെന്ന് അറിയൂല. കാരണം എന്താ? അവർ ഈ കാര്യത്തെ മനസ്സിലാക്കാൻ അടിസ്ഥാനത്തെ സ്വീകരിച്ചിട്ടില്ല, ബേസിനെ സ്വീകരിച്ചിട്ടില്ല. അടിസ്ഥാനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവിടെ ആ ബോധ്യപ്പെടാൻ കഴിയായിക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ കുറവല്ല, ഇസ്ലാമിന്റെ മറുപടിയുടെ കുറവല്ല, ഇസ്ലാമിന്റെ വഴിയുടെ കുറവല്ല, ഇസ്ലാമിന്റെ സൊല്യൂഷന്റെ കുറവല്ല, ഇസ്ലാമിന്റെ സൊല്യൂഷന്റെ മികവാണ്, ആ വഴിയുടെ മികവാണ്, ആ വഴിയുടെ കൃത്യതയാണ്. കാരണം ആ വഴിയുടെ അടിസ്ഥാനത്തിലൂടെ പോയാൽ മാത്രമേ അതിന്റെ പൂർണ്ണമായ മനോഹാരിത കിട്ടൂ. അതാണ് ദൈവിക മതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യേകത. അതിലേക്ക് ആത്യന്തികമായി ഏതെങ്കിലും പ്രത്യേക വിഷയങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്, ഇപ്പോൾ സ്ത്രീ പ്രശ്നം പരിഹരിക്കുക, LGBT പ്രശ്നം പരിഹരിക്കുക, അതിനപ്പുറം മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നപരിഹാരമാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. ആ പ്രശ്നപരിഹാരത്തിന് ഏറ്റവും അൾട്ടിമേറ്റ്ലി നമ്മൾ ദൈവിക മതത്തെ, ദൈവിക വേദത്തെ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്.